നമസ്കാരം, ഞാൻ ഉണ്ണികൃഷ്ണൻ എം എ, നാഷണൽ ഇൻസ്ട്രക്ടർ. എല്ലാവർക്കും ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് ചെസ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന പ്രധാനപ്പെട്ട ഗെയിം ഫ്രാങ്ക് മാർഷലും ജോസ്റൂൾ കാപ്പബ്ലാങ്കയുമായിട്ട് കളിച്ചിട്ടുള്ള ഒരു നല്ലൊരു ഗെയിമാണ്. ഈ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത തന്നെ, ഈ ഗെയിം നടക്കുന്നത് 1909 ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാപ്പബ്ലാങ്കയുടെ ചടുലതയാർന്ന മൂവുകൾ തന്നെയാണ്. നമുക്കറിയാം, ജോസ്റൂൾ കാപ്പബ്ലാങ്ക എന്ന് പറയുന്നത് ഒരു വേൾഡ് ചാമ്പ്യൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം തിയറിയെക്കുറിച്ച് ഒരുപാടധികം നോളജുള്ള ഒരു വേൾഡ് ചാമ്പ്യൻ കൂടെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഗെയിം നമുക്ക് നോക്കാം. D4 കളിക്കുകയാണ് ഫ്രാങ്ക് മാർഷൽ. D5 കളിച്ച് അദ്ദേഹം കാപ്പബ്ലാങ്ക ഗെയിം ഓപ്പൺ ചെയ്യുന്നു. C4 കളിക്കുന്നു. E6 സെൻട്രൽ കോളങ്ങൾ കൺട്രോൾ ചെയ്യുന്ന മൂവുകൾ തന്നെയാണ് തുടക്കം മുതലേ കണ്ടുവരുന്നത്. ഇവിടെ നൈറ്റ് C3 കളിക്കുകയാണ്. C5 കളിച്ചോളൂ, ടരാഷിലേക്ക് പോവുകയാണ്. ഇത്തരം ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒട്ടനവധി കണ്ടിട്ടുള്ളതാണ്. ടരാഷ് ബ്ലാക്ക് കുറച്ച് ആക്റ്റീവായിട്ട് അഗ്രസീവായിട്ട് കളിക്കുന്ന ഒരു സിസ്റ്റം കൂടെ തന്നെ. C×D4 ക്യാപ്ചർ ചെയ്യുന്നു. E×D4 ടരാഷ് ഡിഫൻസിന്റെ തന്നെ. G3 നൈറ്റ് F6 BG2 ബിഷപ്പ് E7 എന്ന് പറയുന്നതാണ് മെയിൻ ലൈൻ. ബട്ട് ഇവിടെ നൈറ്റ് F3 കളിച്ചുകൊണ്ട് സെൻട്രലിലേക്ക് ഒരു ഗ്രിപ്പ് കൂടുതൽ കൊടുക്കുകയാണ് മാർഷൽ ചെയ്തത്. നൈറ്റ് C6 കളിച്ചുകൊണ്ട് കാപ്പബ്ലാങ്ക തന്റെ ക്വീൻ സൈഡിലെ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു. G3 കളിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടരാഷിൽ തന്നെ G3 BG2 എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആയിരിക്കും വൈറ്റ് യൂഷ്വലി ഉപയോഗിക്കാറുള്ളത്. ബിഷപ്പ് E6 കളിക്കുക. ഇൻട്രസ്റ്റിംഗ് മൂവ് തന്നെയാണ് ബിഷപ്പ് E6. കാരണം കിങ് സൈഡിലെ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാം, കിങ് സൈഡിലെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്ത് ക്യാസിൽ ചെയ്യുന്ന നീക്കങ്ങൾ ബ്ലാക്കിനെ കളിക്കാമായിരുന്നു. ബട്ട് അദ്ദേഹം ബിഷപ്പ് E6 കളിച്ചിട്ട് D5 പോണിനെ കുറച്ചുകൂടെ സോളിഡ് ആക്കുകയാണ്. ബിഷപ്പ് G2 വരുന്നു. ബിഷപ്പ് E7 വീണ്ടും ബിഷപ്പിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ക്യാസിൽ ചെയ്യുന്നു. നൈറ്റ് F6 ബിഷപ്പ് G5. ശരിക്കും ഇവിടെ നമുക്ക് ബിഷപ്പ് G5 എന്ന് പറയുന്ന മൂവ് നല്ല മൂവ് തന്നെയാണ്. എന്തുകൊണ്ട് D×C5 കളിച്ചുകൂടാ എന്ന് നമുക്ക് ചിന്തിക്കാം. D×C5 സാധാരണ കളിക്കാറുള്ള ഒരു വേരിയേഷൻ തന്നെയാണ്. ഫ്രാങ്ക് മാർഷലും ഇമാനുവൽ ലാസ്കറും നടന്നിട്ടുള്ള ഒരു ഗെയിമിലും വന്നിട്ടുള്ളതായിരുന്നു. D×C5 ബിഷപ്പിന്റെ C5 ബ്ലാക്ക് കളിക്കുകയും അന്നേരം ബിഷപ്പ് G5 D4 എന്ന് പറയുന്ന ഒരു മൂവ്, ബിഷപ്പിന്റെ F6 ക്വീനിന്റെ F6 നൈറ്റ് E4 ക്വീൻ E7 നൈറ്റ് C5 വരുന്ന സമയത്ത് ക്വീൻ ടേക്സ് C5 പോകുന്ന ഒരു ഗെയിം മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ വില്ലിങ് ആയിരുന്നില്ല. ഫ്രാങ്ക് മാർഷൽ ആ ഒരു ഗെയിം അവോയ്ഡ് ചെയ്തുകൊണ്ട്, മുന്നേ കളിച്ചിട്ടുള്ള ആ ഒരു ഗെയിം അതിന്റെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നിയിട്ടാണ് ബിഷപ്പ് G5 എന്ന് പറയുന്ന മൂവ് കളിച്ചത്. ബിഷപ്പ് G5 നൈറ്റ് E4 കാപ്പബ്ലാങ്കയുടെ അക്യുറേറ്റ് മൂവ് ആണ് നൈറ്റ് E4 എന്ന് പറയുന്നത്. പെട്ടെന്ന് ഒരു പക്ഷെ നമുക്ക് സാധാരണ ഈ ഒരു പൊസിഷനിൽ എല്ലാ കളിക്കാരും ചെയ്യുക കാസിൽ ചെയ്യുക, റൂക്ക് E8 കളിക്കുക, റൂക്ക് C8 കളിക്കുക, അത്തരത്തിലുള്ള ഒട്ടനവധി മൂവുകളുമായിട്ട് മുമ്പിലോട്ട് പോവുകയായിരിക്കും ചെയ്യുന്നത്. എന്നാൽ ആ സമയത്ത് കാപ്പബ്ലാങ്ക നൈറ്റ് E4 എന്ന് പറയുന്ന ഒരു മൂവ് അക്യുറേറ്റ് മൂവ് തന്നെയാണ്. കാരണം ആ നൈറ്റ് E4 അവിടെ കളിക്കുന്ന സമയത്ത് G5 ഇരിക്കുന്ന ബിഷപ്പ് അറ്റാക്കിലാണ്. ബിഷപ്പ് അറ്റാക്കിലാണെന്ന് മാത്രമല്ല സെൻട്രലിലേക്ക് ഒരു നൈറ്റിനെ പോസ്റ്റ് ചെയ്യാനും കാപ്പബ്ലാങ്കയ്ക്ക് കഴിയും. നമുക്ക് നോക്കാം. ബിഷപ്പിന്റെ E7 ആദ്യം കളിക്കുന്നു ഫ്രാങ്ക് മാർഷൽ. ക്വീൻ ടേക്സ് E7 ക്വീൻ ടേക്സ് E7 കളിക്കുന്നു. നൈറ്റ് E5 ഇവിടെ നമുക്ക് രണ്ട് ക്യാപ്ചറുകൾ പോസിബിൾ ആണ്. ഒന്ന് ഇവിടെ നമുക്ക് D×C5 പോസിബിൾ ആണ്. D×C5 കളിക്കുകയാണെങ്കിൽ നൈറ്റ് C3 കളിച്ചതിന് ശേഷം നൈറ്റ് C3 B×C3 കളിച്ചതിന് ശേഷം ക്വീൻ C5 കളിക്കും. അപ്പൊ അന്നേരം C3യിലെ പോണം അറ്റാക്കിലായിട്ട് വരും. അപ്പൊ റുക്ക് B1 കളിക്കുകയാണെങ്കിൽ റുക്ക് B1 കളിച്ചിട്ട് B7 പോണിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ B6 കളിച്ച് സേഫ് ആയതിനു ശേഷം ആ പോണിനെ ക്യാപ്ചർ ചെയ്യുക, അല്ലെങ്കിൽ ആ പോണിനെ ടാർഗറ്റ് ചെയ്യായിരിക്കും. കാസൽ ചെയ്യുക, റുക്ക് C8 ഇടുക, ദെൻ കാസൽ റുക്ക് C8 ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പൊ അത് സ്ലോലി ആ പോണിനെ ഐസൊലേറ്റഡ് പോണിനെ ടാർഗറ്റ് ചെയ്താൽ മതി. ഇവിടെ C3 എന്ന് പറയുന്ന പോൺ ഐസൊലേറ്റഡ് ആണ്, A2 എന്ന് പറയുന്ന പോൺ ഐസൊലേറ്റഡ് ആണ്. അപ്പൊ ഇതിനെ രണ്ടും ക്യാപ്ചർ ചെയ്താൽ മതി. അപ്പൊ അതുകൊണ്ട് അത്ര ഒരു മൂവിലേക്ക് പോകുന്നില്ല. നൈറ്റ് E5 കളിക്കാം. നൈറ്റ് E5 നൈറ്റ് കളിക്കുന്ന കാര്യം. നൈറ്റ് D4 ഇവിടെ കാപ്പബ്ലാങ്കയ്ക്ക് അറിയാം. ഇവിടെ മറ്റൊരു വേരിയേഷൻ ഉണ്ടായിരുന്നത് നൈറ്റ് E5 അല്ലാണ്ട് നൈറ്റ് E4 കളിക്കുകയാണെങ്കിൽ D×E4 വരികയും അവിടെ നൈറ്റ് അറ്റാക്കിൽ വരികയും ചെയ്യും. അന്നേരം നൈറ്റ് മാറുന്ന സമയത്ത് ഈസി ആയിട്ട് നൈറ്റ് D4 ക്യാപ്ചർ നടക്കുന്നതാണ്. അപ്പോഴും ഇതേ ഒരു സിറ്റുവേഷൻ തന്നെയായിരിക്കും വരിക. ബട്ട് ഇത് ബ്ലാക്കിനെ ഫേവർ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മാർഷൽ അത് ഒഴിവാക്കിയതിനു ശേഷം നൈറ്റ് E5 കളിക്കുകയും നൈറ്റ് D4 നൈറ്റ് E4 D×E4 E3 കളിക്കുക. E3 ബിഷപ്പിന്റെ E4 കളിച്ചുകൂടെ എന്ന് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. ബിഷപ്പിന്റെ E4 ഇവിടെ കളിക്കുകയാണെങ്കിൽ മേ ബി റുക്ക് D8 ആയിരിക്കും ഇവിടെ ഏറ്റവും ബെസ്റ്റ് മൂവ് ആയിട്ട് പറയുന്നത്. റുക്ക് D8 ആണ്. റുക്ക് D8 കളിക്കുമ്പോൾ ഇൻഡയറക്ട്ലി ക്വീനെ അറ്റാക്ക് ചെയ്യാണ്. ക്വീൻ A4ലേക്ക് പോവുകയാണെങ്കിൽ ബിഷപ്പ് D7 കളിച്ചതിന് ശേഷം തന്നെ ആ ഒരു ചെക്കിനെ ഒഴിവാക്കുകയും, എന്നാൽ അതേ സമയത്ത്
ക്വീൻ തന്നെ നൈറ്റിനെയും ബിഷപ്പിനെയും അറ്റാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരികയും ചെയ്യും. അപ്പോൾ അറ്റ് എ ടൈം ഇവിടെ 2-3 അറ്റാക്ക് വരുന്നുണ്ട്. സോ ആ ഒരു സിറ്റുവേഷൻ നൈറ്റ് ഇൻറ്റു D7 കളിച്ചാൽ ഇവിടെ B5 കളിച്ചതിന് ശേഷം ക്വീൻ A3 പോകുമ്പോൾ ക്വീൻ ഇൻറ്റു E4 കളിക്കുകയും അതിനുശേഷം നൈറ്റ് ഇൻറ്റു E2 എന്ന് പറയുന്ന ഒരു മേജർ ത്രെട്ട് അവിടെ ക്രിയേറ്റ് ആക്കുകയും ചെയ്യും. അതൊരു മെയിൻ ത്രെട്ട് ആണ്. സോ അത്തരത്തിൽ ഒരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവിടെ E3 കളിച്ച് ആദ്യം നൈറ്റിനെ ഒഴിവാക്കിയതിനു ശേഷം ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങി. പക്ഷേ കാപ്പബ്ലാങ്ക അവിടെയും ഞെട്ടിക്കുകയാണ് മാർഷലിനെ. നൈറ്റ് F3 ചെക്ക് കൊടുക്കുന്നു. നൈറ്റ് ഇൻറ്റു F3, E ഇൻറ്റു F3, ക്വീൻ ഇൻറ്റു F3. ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ്. നമുക്ക് മെറ്റീരിയൽ കൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 6 പോൺ ബിഷപ്പ് ക്വീന് ഡബിൾ റൂക്ക് തന്നെയാണ്. ബട്ട് ഇവിടെ കാസിൽ ചെയ്തിട്ടില്ല എന്നൊരു പ്രോബ്ലം മാത്രമാണ് ഇവിടെ ബ്ലാക്കിന്റെ സൈഡിലുള്ള. ബ്ലാക്ക് അടുത്ത മൂവിൽ കാസിൽ ചെയ്ത് കിങ് സേഫ് ആവും. എക്സലന്റ്. റൂക്ക് C1 കളിക്കുകയാണ്. റൂക്ക് C1, റൂക്ക് FC1 ആണ് കളിക്കുന്നത്. റൂക്ക് AC1 കളിച്ചാലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് 8 പോൺ ഇവിടെ അറ്റാക്കിലാണ്. ബിഷപ്പ് അതിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ റൂക്ക് FC1 കളിച്ചിട്ട് അതിന്, ബട്ട് ഇവിടെ അത്ര നല്ല മൂവ് ആയിട്ട് റൂക്ക് FC1 പറയുന്നില്ല. ദെൻ ക്വീൻ ഇൻറ്റു B7 വേണമെങ്കിൽ കളിക്കാമല്ലോ എന്ന് പലർക്കും തോന്നാം. ക്വീൻ ഇൻറ്റു B7 കളിക്കുകയാണെങ്കിൽ മറ്റൊരു പ്രോബ്ലം ഉണ്ട്. ക്വീൻ ഇൻറ്റു B7, ബിഷപ്പ് ഇൻറ്റു B7 കളിക്കുമ്പോഴത്തേക്കും റൂക്ക് B8 വരും. ആ സമയത്ത് ബിഷപ്പ് E4ലേക്ക് പോവുകയാണെങ്കിൽ റൂക്ക് B4 കളിച്ചതിന് ശേഷം ബിഷപ്പിനെ വീണ്ടും അറ്റാക്ക് ചെയ്യും. ബിഷപ്പ് C6ലേക്ക് വരികയാണെങ്കിൽ റൂക്ക് ഇൻറ്റു B2 കളിക്കും. അപ്പൊ 8 പോൺ അറ്റാക്കിൽ വരുമെന്ന് മാത്രമല്ല ഒരു റൂക്ക് സെക്കൻഡ് റാങ്കിലേക്ക് എത്തിയതിന്റെ പ്രോബ്ലം എല്ലായ്പ്പോഴും ഗെയിമിന് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ബ്ലാക്ക് പ്ലസ് ആവുന്ന ഒരു വേരിയേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വേരിയേഷൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. ക്വീൻ ടേക്സ് B7 കളിച്ചിട്ടില്ല. റൂക്ക് FC1 ആണ് കളിച്ചത്. ഇവിടെ ശരിക്കും ബ്ലാക്ക് റൂക്ക് B8 കളിക്കണം. കാരണം B7 പോൺ വളരെ ഇമ്പോർട്ടന്റ് പോണാണ്. C5 ഓൾറെഡി ക്വീൻ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ അറ്റാക്ക് വരുന്നുണ്ടെങ്കിലും ക്വീനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഇനി ക്വീൻ സൈഡ് എക്സ്പാൻഷൻ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ റൂക്ക് B8 കളിക്കുന്നു. ക്വീൻ E4 കളിക്കുകയാണ്. ക്വീൻ E4 എന്ന് പറയുന്നത് സ്ട്രാറ്റജിക്കലി ഈ ഒരു മൂവ് കറക്റ്റ് അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോ 4 വേഴ്സസ് 3 എന്ന് പറയുന്ന ഒരു പോൺ സ്ട്രക്ചർ ആണ് നിലവിൽ കിങ് സൈഡ് കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ ക്വീൻ സൈഡിൽ നോക്കുകയാണെങ്കിൽ 3 വേഴ്സസ് 2 എന്ന് പറയുന്ന പോൺ സ്ട്രക്ചർ ആണ്. അതായത് പോൺ മെജോറിറ്റി ക്വീൻ സൈഡിലാണ് ബ്ലാക്കിന് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇവിടെ ശ്രദ്ധിക്കുക, പോൺ മെജോറിറ്റി എവിടെയാണോ കൂടുതലുള്ള അവിടെ പാസ് പോൺ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ബ്ലാക്കിന്റെ എയിം. അതുപോലെ തന്നെ വൈറ്റും ചെയ്യേണ്ടത് പോൺ മെജോറിറ്റി എവിടെയാണോ ആ മെജോറിറ്റി ഉള്ള പോണിനെ റോൾ ചെയ്യായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിമിലെ ബെസ്റ്റ് മൂവ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത് ക്വീൻ E2 വേണമെങ്കിൽ മേ ബി ക്വീൻ E2 കളിക്കാം. ക്വീൻ E2 ദെൻ ഫോളോഡ് ബൈ F4, E4 എന്നിങ്ങനെ ആ ഒരു പോൺ മെജോറിറ്റി ഉള്ള സൈഡിൽ നിന്ന് അതിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കഴിയുമായിരുന്നു. ബട്ട് അത് ഒഴിവാക്കിയതിനു ശേഷം ഇവിടെ മാർഷൽ കളിച്ച മൂവ് ക്വീൻ E4 ആണ്. ക്വീൻ E4 അത്ര നല്ല മൂവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ക്വീൻ E4ന്റെ മറ്റൊരു ത്രെട്ട് എന്ന് പറയുന്നത് ബിഷപ്പ് H3 ആണ്. കാരണം ക്വീൻ അൺപ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ ഈ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം ഇവിടെ ഇൻഡയറക്ട്ലി ക്വീനെയും ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ക്വീൻ C7 കളിച്ച ആ ത്രെട്ടുകളെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ C5 പോണിനെ ഇവിടെ പ്രൊട്ടക്ട് ചെയ്യാണ്. ദെൻ റൂക്ക് C3, B5. നമുക്കറിയാം, ഞാൻ പറഞ്ഞു എവിടെയാണോ പോൺ മെജോറിറ്റി ഉള്ള ആ പോൺ മെജോറിറ്റിയെ തന്നെ അദ്ദേഹം റോൾ ചെയ്യാണ്. A3 കളിക്കുന്നു, A3 കളിക്കുന്നു, C4. ഈ C4 കണ്ടപ്പോ ചെസ് ലോകത്തെ പല പ്രമുഖരും പറഞ്ഞു ഇത് തിയറി വയലേറ്റ് ചെയ്യുന്ന ഒരു മൂവ് തന്നെയല്ലേ എന്നുള്ളതായിരുന്നു പലർക്കും ഉണ്ടാവും. എന്തായിരുന്നു തിയറി? നമുക്കറിയാം ഇവിടെ ബ്ലാക്കിന് ഒരു ലൈറ്റ് സ്ക്വയർ ബിഷപ്പ്. ആ ലൈറ്റ് സ്ക്വയർ ബിഷപ്പിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ C4ന്റെ മൂവ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ക്വയർ ബിഷപ്പ് അതിന്റെ മൊബിലിറ്റി സ്റ്റോപ്പായി, അല്ലെങ്കിൽ മൊബിലിറ്റി കുറച്ച് കുറഞ്ഞു എന്ന് നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പാസീവ് ബിഷപ്പായി മാറിയില്ല എന്നൊരു ഡൗട്ട് നമുക്ക്. ഈ ഗെയിം കഴിഞ്ഞതിന് ശേഷം കാപ്പബ്ലാങ്ക ഇതിന് പറഞ്ഞൊരു വിശദീകരണം എന്ന് പറയുന്നത് ഇതൊരിക്കലും പ്രിൻസിപ്പിൾസിന്റെയോ തിയറിയുടെയോ വയലേഷൻ അല്ല. കാരണം എന്തെന്നാൽ ഇവിടെ ഈ പറഞ്ഞ C4 എന്ന് പറയുന്ന മൂവ്, പോൺ മൂവ് നമുക്ക് ഫോർവേഡ് മൂവ് ചെയ്യാനായിട്ട് കഴിയും. അത്തരത്തിൽ ഫോർവേഡ് മൂവ് ചെയ്യാൻ കഴിയുന്ന സമയത്ത് അതൊരു പോണായിട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട് കഴിയും. ആ സമയത്ത് ഇതൊരു അഡ്വാൻറ്റേജ് ആയി മാറും. മാത്രമല്ല അവിടെ C4 കളിക്കുന്ന വഴി ബി പോണിന്റെ മൂവ്മെന്റ്സിനെ അവിടെ ലിമിറ്റ് ചെയ്തേക്കുവാണ്. സോ ബിഷപ്പ് F3 കളിക്കുന്നു. ഇവിടെ വീണ്ടും കളിച്ചൊരു മിസ്റ്റേക്ക് തന്നെയാണ്. കാരണം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു F4 കളിക്കുക. F4 കളിച്ചതിന് ശേഷം പോൺ മെജോറിറ്റി എവിടെയാണോ കൂടുതലുള്ള ആ പോണിനെ റോൾ ചെയ്യായിരുന്നു വേണ്ടിയിരുന്നത്. ബട്ട് ഇവിടെ ബിഷപ്പ് F3 കളിക്കുന്നു. റൂക്ക് FD1, അടുത്ത റൂക്കിനെ കൂടെ കാപ്പബ്ലാങ്ക കളിയിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നമുക്ക് നോക്കാം എല്ലാ പീസുകളെയും അദ്ദേഹം കളി കൊണ്ടുവന്നിട്ടുണ്ട്. ബിഷപ്പ്, ഡബിൾ റൂക്ക്, ക്വീൻ. ഇനി അതോടൊപ്പം തന്നെ പോണിന്റെ മൂവ്മെന്റ് ആയിരിക്കും അദ്ദേഹം കൂടുതൽ ചെയ്യാനായിട്ട് പോവുക. റൂക്ക് D1, റൂക്കിന് D, ഒരു പെയർ റൂക്കുകളെ എക്സ്ചേഞ്ച് ചെയ്യുവാണ്. വീണ്ടും അടുത്ത റൂക്കിനെ D8ലേക്ക് കൊണ്ടുവന്നു. നമ്മളിവിടെ കാണുന്ന കാര്യം, ഓപ്പൺ ഫയൽ ഉണ്ടെങ്കിൽ ആ ഓപ്പൺ ഫയലുകളിലേക്ക് റൂക്കിനെ പ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം സെമി ഓപ്പൺ ഫയലുകൾ ഉണ്ടെങ്കിൽ സെമി ഓപ്പൺ ഫയലുകളായാലും. അതുപോലെ തന്നെ ബ്ലാക്കിന്റെ റൂക്കുകളെ സെക്കൻഡ് റാങ്കിലേക്കോ ഫസ്റ്റ് റാങ്കിലേക്കോ എത്തിക്കാൻ കഴിയുമെങ്കിൽ അവിടെ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. വൈറ്റിന്റെ റൂക്ക് ആണെങ്കിൽ 8th റാങ്കിലേക്കോ 7th റാങ്കിലേക്കോ എത്തിക്കാനായിട്ട്. അത് നമുക്ക് കളിയിൽ വളരെയധികം അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മൂവ്മെന്റ് തന്നെയാണ്. സോ ബിഷപ്പ് വീണ്ടും F3ലേക്ക് വരുന്നു. G6 കളിക്കുകയാണ്. G6 എന്ന് പറയുന്നത് ഒരു ബാക്ക് റാങ്ക് പ്രിവെന്റ് ചെയ്യുന്ന, ബാക്ക് റാങ്ക് ചെക്ക്മേറ്റ് പ്രിവെന്റ് ചെയ്യുന്ന ഒരു മൂവാണ്. അതോടൊപ്പം തന്നെ ഫ്യൂച്ചറിൽ നമുക്ക് ബിഷപ്പിന് F5ലേക്ക് വന്നിരുന്നിട്ട് ആ ഒരു ഡയഗണലിലേക്ക്
B1 H7 ഡയഗണലിലേക്ക് കൺട്രോൾ ചെയ്യുന്നതിന് അതൊരു വലിയൊരു ഹെൽപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ G6 മൂവ് ചെയ്യുന്നു. ക്വീൻ E6, ക്വീൻ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ഇപ്പൊ ക്വീൻ എക്സ്ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ക്വീനിന്റെ C6 കളിക്കുവാണെങ്കിൽ ക്വീനിന്റെ C6 ബിഷപ്പിന്റെ C6 വരുന്ന സമയത്ത് ബി പോൺ അറ്റാക്കിൽ വരികയും അതിനുശേഷം അതിനെ ഡിഫെൻഡ് ചെയ്യുക എന്നൊരു മാർഗം മാത്രമേ ബ്ലാക്കിന് അവശേഷിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കാപ്പബ്ലാങ്ക ക്വീൻ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല, പകരം ക്വീൻ E5ലേക്ക് മൂവ് ചെയ്യണം. ക്വീൻ E5 ഗുഡ് മൂവ് ആണ്. കാരണം എന്തെന്നാൽ അദ്ദേഹം ഒരു പോണിനെ അറ്റാക്കിൽ വരുന്നത് കണ്ടതുകൊണ്ട് തന്നെ ആ പോൺ നമുക്ക് വീണ്ടും മൂവ് ചെയ്യാനുള്ളതാണ്. അത് നമുക്ക് പോൺ മെജോറിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവിടെ പാസ് പോൺ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതിന് ത്രെട്ട് വരുന്നത് അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ ഒരു ക്വീൻ എക്സ്ചേഞ്ച് അവോയ്ഡ് ചെയ്യുന്നു. ക്വീൻ വീണ്ടും E4ലേക്ക് കളിക്കുകയാണ്. ക്വീൻ ട്രേഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മാർഷലിന്റെ സ്ട്രാറ്റജി. ക്വീൻ ട്രേഡ് ചെയ്ത് എൻഡ് ഗെയിമിലേക്ക് പോകുമ്പോൾ ഒരു ഡ്രോപ്പ് പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ്. സോ ക്വീൻ ടേക്സ് E4, ബിഷപ്പ് ടേക്സ് യുവർ റൂക്ക് D1. ഞാൻ നേരത്തെ പറഞ്ഞു റൂക്കിന് ഓപ്പൺ ഫയൽ കിട്ടുമെങ്കിൽ അതിലോട്ട് കളിക്കുക മാത്രമല്ല ഫസ്റ്റ് റാങ്കിലേക്കോ സെക്കൻഡ് റാങ്കിലേക്കോ ബ്ലാക്കിന്റെ റൂക്കിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ അതും എത്തിക്കുക എന്നുള്ളതാണ്. സോ A5 കളിക്കുന്നു. കിങ് G2 A5, റൂക്ക് C2. സെക്കൻഡ് റാങ്ക് ഗാർഡ് ചെയ്യുന്നതിന് വേണ്ടി, കാരണം സെക്കൻഡ് റാങ്കിലാണ് ബേസ് പോണുകൾ ഇരിക്കുന്നത്. അപ്പൊ ആ ബേസ് പോണുകളെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ B4 കളിക്കുന്നു. A into B4, ബിഷപ്പ് F3. വീണ്ടും ബിഷപ്പ് റൂക്കിനെ അറ്റാക്ക് ചെയ്യാണ്. സോ റൂക്ക് B1ന്റെ വന്നിരിക്കുന്നു. B2 പോണിനെ അറ്റാക്ക് ചെയ്യാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, പോണിന്റെ പുറകിൽ നിന്നായിരിക്കണം റൂക്കുകൾ അറ്റാക്ക് ചെയ്യേണ്ടത്. അത് നമ്മുടെ പോണിന്റെ ആണെങ്കിൽ പുറകിൽ നിന്ന് വേണം ഡിഫെൻഡ് ചെയ്യാൻ. അതുപോലെ ഒപ്പോണന്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ പുറകിൽ നിന്ന് വേണം അറ്റാക്ക് ചെയ്യാനായിട്ട്. ഇതൊരു പ്രിൻസിപ്പിൾ ആണ്, അതെല്ലാവരും ശ്രദ്ധിക്കുക. സോ ബിഷപ്പ് E2 കളിക്കുകയാണ്. ദെൻ B3 കളിച്ചുകൊണ്ട് റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ രണ്ട് മൂവുകളാണ് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളത്. വേണമെങ്കിൽ റൂക്കിന് B3 കളിക്കുന്ന സമയത്ത് റൂക്ക് C3 കളിച്ചുകൂടെ എന്ന് ചിന്തിക്കാം. പക്ഷെ റൂക്ക് C3 കളിച്ചാൽ ഒരു പ്രോബ്ലം ഉണ്ട്. റൂക്കിന്റെ B2 വരും. ബിഷപ്പിന്റെ C4ന് റൂക്ക് C2 എന്ന് പറയുന്ന ഒരു എക്സലന്റ് മൂവ് തന്നെയാണ്. അതൊരു ടാക്ടിക്കൽ ഷോട്ട് ആണ്. ഇപ്പൊ റൂക്ക് അറ്റാക്കിലാണ്. റൂക്ക് മാറിക്കഴിഞ്ഞാൽ റൂക്കിന്റെ B3 കളിക്കുവാണെങ്കിൽ അവിടെ ബിഷപ്പ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതല്ല റൂക്ക് എക്സ്ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അവിടെ പോൺ പ്രൊമോട്ടായി ക്യൂൻ ആവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റൂക്ക് C3 പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ റൂക്ക് D2 കളിക്കുകയാണ്. റൂക്ക് D2, റൂക്ക് C1 കളിച്ചിട്ട് എന്ത് ചെയ്യുന്നു, സി പോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതോടൊപ്പം C3 ആണ് അവിടെ മേജർ ത്രെട്ട്. ബിഷപ്പ് D1 കളിക്കുകയാണ്. C3 മൂവ് റൂക്കിനെയും B2 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. B into C3, B2 മൂവ് കളിക്കുകയാണ്. B2 എന്ന് പറയുന്നത് അടുത്ത B1 ക്യൂവിനാണ്. സോ അതുകൊണ്ട് തന്നെ റൂക്കിന്റെ B2 കളിക്കുന്നു. റൂക്കിന്റെ D1 വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പൊസിഷനിലെ ആ ഒരു പൊസിഷനെ കളിച്ചിട്ട് ഒരു ബിഷപ്പിന്റെ പ്ലസ് ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ് കാപ്പബ്ലാങ്ക. അപ്പൊ അദ്ദേഹത്തിന്റെ തിയറിയുടെ നോളജ് എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ഇവിടെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. സോ റൂക്ക് C2 കളിക്കുകയെന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പോണിന്റെ ബിഹൈൻഡ് ആയിട്ട് റൂക്കിനെ പ്ലേസ് ചെയ്യുക, അതിനുശേഷം പോൺ റോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവിടെ പ്ലാൻ ചെയ്യുന്നത്. ബിഷപ്പ് F5 കളിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അടുത്ത് ആ റൂക്കിനെ വീണ്ടും അവിടെ നിന്ന് കിക്ക് ചെയ്യാണ്. റൂക്ക് B2 പോകുന്നു. റൂക്ക് C1 നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, ഫോഴ്സ്ഡ് ആവുകയാണ്. റൂക്ക് B3 കളിച്ചിട്ട് സൈഡിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരുന്നു. ബിഷപ്പ് E4 ചെക്ക് കൊടുക്കുകയാണ്. കിങ് H3, റൂക്ക് C2. സെക്കൻഡ് റാങ്കിലേക്ക് റൂക്ക് വരുന്നു. അതിനുശേഷം ബേസ് പോണുകൾ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്ലാന്. ഒള്ളി മൂവ് F4 കളിച്ചിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാണ്. സോ H5 കളിക്കുന്നു. ത്രെട്ട് എന്ന് പറയുന്നത് ബിഷപ്പ് F5 ആണ്. ബിഷപ്പ് F5 വന്നതിന് ശേഷം മെയിൻലി കിങ്ങിനെ ഒരു ചെക്ക് വരും. അപ്പൊ കിങ് H4ലേക്ക് വരുന്ന സമയത്ത് F6 കളിച്ചതിന് ശേഷം റൂക്കിന്റെ H2 എന്ന് പറയുന്ന ഒരു ത്രെട്ടൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സോ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി G4 കളിക്കുന്നത്. H into G4, കിങ്ങിന്റെ G4, റൂക്കിന്റെ H2 ഒരു പോണിനെ കൂടെ ഗ്രാബ് ചെയ്യാണ്. റൂക്ക് B4 കളിച്ചിട്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു മാർഷൽ. F5 കളിക്കുകയാണ്. F5 ഗുഡ് മൂവ്. കിങ് G3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇങ്ങനെ വേണമെങ്കിൽ G5ലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കിങ് വീണ്ടും എന്ത് ചെയ്യും, G7ലേക്ക് വരും. അതിനുശേഷം റൂക്ക് H5 ചെക്ക്മേറ്റ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി അവിടെ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുന്നുണ്ട്. കിങ് G5 പോകുന്നു. റൂക്ക് E2 വീണ്ടും അടുത്ത ബേസ് പോണിനെ അറ്റാക്ക് ചെയ്യുകയാണ്. റൂക്ക് C4, റൂക്ക് into E3 ക്യാപ്ചർ ചെയ്യുന്നു. ചെക്കാണ്. കിങ് H4ലേക്ക് വരുന്നു. കിങ് G7 മെയിൻലി വൈറ്റ് കിങ്ങിന്റെ ആ ഒരു ഫ്രീഡം സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതും അതിനുശേഷം അവിടെ മേറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്ലാൻ. റൂക്ക് C7 കളിച്ച് ചെക്ക് കൊടുക്കുന്നു. കിങ് F6, റൂക്ക് D7, ബിഷപ്പ് G2 എക്സലന്റ് മൂവ്. ഐഡിയ റൂക്ക് H3 ചെക്ക്മേറ്റ് ആണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റൂക്ക് D6 കളിക്കുന്നു. കിങ് G7. ഇവിടെ ഫ്രാങ്ക് മാർഷൽ റിസൈൻ ചെയ്യാണ്. കാരണം അടുത്ത മൂവിൽ എന്ത് തന്നെ ആയാലും കിങ് H6ലേക്ക് വരികയും അതിനുശേഷം റൂക്ക് H3 എന്ന് പറയുന്ന അൺഅവോയ്ഡ് മേറ്റ് കൊടുക്കുകയും ചെയ്യും. ഇവിടെ കിങ് G5ലേക്ക് വരികയാണെങ്കിൽ മറ്റൊരു പ്രോബ്ലം ഉണ്ട്. റൂക്ക് G3ലേക്ക് കളിക്കുകയും കിങ് H4 വരുമ്പോൾ റൂക്ക് G4 മേറ്റ് അവിടെ പോസിബിൾ ആവുകയും ചെയ്യും. അപ്പൊ അത്തരത്തിലൊരു മേറ്റിംഗ് നെറ്റ് ആണ് അവിടെ കാപ്പബ്ലാങ്ക ക്രിയേറ്റ് ചെയ്തത്. അത് ഒഴിവാക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഫ്രാങ്ക് മാർഷൽ റിസൈൻ ചെയ്യായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയ ഗെയിമാണ്. ഈ ഒരു ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സൈനിങ് ഔട്ട്, ഉണ്ണികൃഷ്ണൻ എം എ, നാഷണൽ ഇൻസ്ട്രക്ടർ. താങ്ക് യു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ്